ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. വേദിയാണെങ്കിൽ വിക്രമിന്റെ ഓരോരോ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. പതിയെ പതിയെ വിക്രമിനും വേദിയോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങുവാണ്. പതിയെ പതിയെ വിക്രമിന്റെ സ്വഭാവമൊക്കെ നമ്മുടെ വേദ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിയെത്തുന്ന വിക്രമിനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദ നേരത്തെ വീട്ടിലോട്ട് വരുത്തുന്നുണ്ട്. പല കാര്യങ്ങളിലും വിക്രമിന്റെ സ്വഭാവത്തിലെ മാറ്റം അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. കമലയാണെങ്കിൽ വേദിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഇപ്പൊ വിക്രമിന്റെ സ്വഭാവത്തില് നേരിയ മാറ്റമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. നീയും അവനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? നിങ്ങളിപ്പോ ഒരു റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ നിങ്ങളൊരു ജീവിതം തുടങ്ങിയെന്ന് അമ്മയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവനെ കുറച്ചായിട്ട് മോള് വേണം മാറ്റിയെടുക്കാനായിട്ട്. അമ്മ പേടിക്കാതിരിക്കുക, വിക്രമിൻ്റെ എല്ലാ സ്വഭാവവും ഞാൻ മാറ്റിയെടുക്കും. അവനിപ്പോൾ പഴയ പോലെയൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന് അവന് തന്നെ തോന്നി തുടങ്ങുന്നുണ്ട്. അവൻ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അവനെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛന് ജീവനായിരുന്നു. നല്ല പഠിക്കുമായിരുന്നു. ആ പഠിപ്പെല്ലാം ചില കാര്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. ഞാൻ എത്ര തവണയും അമ്മയോട് ചോദിക്കുന്നേ, അക്കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഒന്ന് എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ? അതൊന്നും പറയാതിരിക്കുക മോളെ നല്ലത്. അത് ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ. അതുകൊണ്ട് അതൊന്നും മോളെൻ്റെ അടുത്ത് ചോദിക്കല്ലേ. ഇത് കേട്ട് ശ്രീജ വേദിയോട് പറയുന്നുണ്ട്, അമ്മയേക്കാൾ കൂടുതലേ അവൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം. ഞാനിങ്ങോട്ട് കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഏട്ടത്തി എന്ന് വിളിച്ച് എൻ്റെ പുറകെ തന്നെയായിരുന്നു. എന്തൊരു നല്ല കുട്ടിയാണെന്നറിയോ വിക്രം. അവൻ എന്തു പറഞ്ഞാലും കേൾക്കുമായിരുന്നു. അതിപ്പോൾ അവൻ എത്ര തിരക്കാണെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞ് അപ്പം പോവും. പഠിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എങ്ങനെയാ വിക്രം ഇങ്ങനെയായത്? അതൊക്കെ ഒരു കഥയാ മോളെ. അതൊക്കെ ഒറ്റയിരിപ്പിനൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയേറെയുണ്ട് അവൻ്റെ കാര്യങ്ങൾ. സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പറായിരുന്നു. അതൊക്കെ ഞാൻ അവൻ്റെ റൂമിൽ കണ്ടതാ. പക്ഷേ എന്താ സംഭവം എന്ന് ഇതുവരെ എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ പറയണ്ട്. ഇപ്പോഴേ അച്ഛൻ അതൊക്കെ കേട്ട് വന്നാൽ അത് മതി, എനിക്ക് ഇന്നേക്കുള്ളതാവും എന്ന് ശ്രീജ പറയുന്നുണ്ട്. എന്നാ വിക്രമിൻ്റെ പല കാര്യങ്ങളും വിക്രമായിട്ട് എന്നെ ചെറുതായിട്ടൊക്കെ വേദിയോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാ കഥകളൊന്നും പൂർണ്ണമായിട്ട് വിക്രം വേദിയോട് പറഞ്ഞിട്ടില്ല. എന്നാ വിക്രമിൻ്റെ അടുത്ത് വേദ ചെന്ന് പറയുന്നുണ്ട്, വിക്രം ഞാൻ ഇന്നലെ പറഞ്ഞത് എന്തായി? ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നാളൊരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം? അതിന് നീ പോകണം. അതിന് പോയിട്ട് നിനക്ക് ആ ജോലി കിട്ടണം. എന്നാലേ നിൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ നിന്നെ ഓർത്ത് അഭിമാനിക്കാൻ പറ്റൂ. നിനക്ക് നല്ലൊരു ജോലി കിട്ടിയാലേ അമ്മയ്ക്ക് സന്തോഷമാവൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. ഞാൻ പറഞ്ഞല്ലോ വേദേ, എനിക്കിപ്പോൾ ജോലിക്ക് പോകാനുള്ളൊരു മാനസികാവസ്ഥയൊന്നുമല്ല. കുറച്ച് നാൾ കഴിയട്ടെ. അപ്പോൾ നീ വീണ്ടും ഗുണ്ടായുസത്തിന് ഇറങ്ങാനായിട്ട് പോവാണോ? അത് ഞാൻ പോകുന്നില്ലെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? അപ്പം നീ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇനി നീ ഇതിന് മറുത്തൊന്നും പറയല്ലേ. നല്ല ജോലിയാ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 60,000 രൂപയൊക്കെ സാലറി കിട്ടും. അതുകൊണ്ട് നീ ഈ ജോലിക്ക് പോകണം. നിന്റെ വിദ്യാഭ്യാസത്തിന് 1,00,000 വരെ സാലറി കിട്ടുന്ന ജോലിയാ. അതുകൊണ്ടാണ് പറയുന്നത്. നീയൊന്ന് ചെല്ല്, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ വേദ വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി നോക്കാം. നീ ഈ ഇൻ്റർവ്യൂവിന് പോയാൽ തന്നെ നിനക്ക് ഈ ജോലി ഉറപ്പാ. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ നാളെ നേരത്തെ എഴുന്നേക്കണം. ഞാൻ തന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വേദ കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ചായയുമായിട്ട് വിക്രമിനെ വന്ന് വിളിക്കുന്നുണ്ട്. എഴുന്നേക്കുന്നില്ലേ? ഇന്നേ ഇൻ്റർവ്യൂവിന് പോകാനുള്ളതാ, എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ എഴുന്നേപ്പിക്കുന്നുണ്ട്. വേദ കൊടുത്ത ചായയൊക്കെ കുടിച്ച് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. അടുക്കള കയറി വേദ വിക്രമിനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നേരത്തെ പോവേണ്ടത് കൊണ്ട് തന്നെ വേദ വിക്രമിൻ്റെ ലഞ്ച് വരെ തയ്യാറാക്കി വെക്കുന്നുണ്ട് പാത്രത്തിലാക്കിയിട്ട്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് കനകയോട് പറയുന്നുണ്ട് വിക്രം, അമ്മേ എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ഇറങ്ങല്ലേ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. ഇത്ര നേരത്തെ ഭക്ഷണം വേണ്ട. അങ്ങനെ പറയില്ല വിക്രം, നിനക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ, നീ കുറച്ചെങ്കിലും വന്ന് കഴിക്ക് എന്നും പറഞ്ഞ് വിക്രമിനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുത്തുന്നുണ്ട്. വേദ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കുവാണ്. പിന്നീടായിട്ട് ഇറങ്ങാൻ നേരത്ത് വേദ ലഞ്ചും കൈ കൊടുക്കുന്നുണ്ട്. വേദേ, ഞാൻ ജോലിക്കൊന്നല്ല പോകുന്നത്, ഇൻ്റർവ്യൂവിനാ. കുറച്ച് ദൂരെയല്ലേ, അതുകൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നീ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ പിന്നെ പുറത്തുനിന്നൊന്നും കഴിക്കണ്ട, അതുകൂടെ ഞാൻ ഉണ്ടാക്കിയതാ, നീ ഭക്ഷണം കഴിക്കണം എന്നും പറഞ്ഞ് അതും വേദ വിക്രമിന് കൊടുക്കുന്നുണ്ട്.
ഇതൊക്കെ കണ്ട് കമലയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. മാഷ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരിക്കും. അച്ഛൻ്റെ അടുത്താണെങ്കില് വിക്രം സംസാരം കുറവാണല്ലോ. എന്നാ കനക പറയുന്നുണ്ട്, മോനെ അച്ഛൻ്റെ അടുത്തൂടെ പറ, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്ക്. വിക്രം അച്ഛൻ്റെ അടുത്ത് പറ എന്ന് വേദയും പറയാണ്. അങ്ങനെ വിക്രം മാഷിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അച്ഛാ, ഇന്നെനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാനത് അറ്റൻഡ് ചെയ്ത് വരാം, അച്ഛനെന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അങ്ങനെ മാഷ് അനുഗ്രഹിക്കുന്നുണ്ട്. വിക്രം അങ്ങനെ ഇന്റർവ്യൂവിനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് കനക മാഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, മാഷെ കണ്ടോ, അവന്റെ മാറ്റങ്ങൾ കണ്ടോ, എല്ലാം മോള് കാരണാ. ഞാൻ മാഷിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ മോൾ അവനെ മാറ്റിയെടുക്കുമെന്ന്. വേദയാ അവളുടെ എല്ലാ മാറ്റത്തിനും കാരണം. അവൻ ഇനിയും ഒരുപാട് മാറും, നമ്മൾ വിചാരിച്ച പോലെ നല്ല നിലയിലെത്തും. അതെ അതെ, കണ്ടു തന്നെ അറിയാം. ചിലപ്പോൾ ഇപ്പൊ പോകുന്നത് ആരെങ്കിലും തല്ലാനും കൊല്ലാനും ആയിരിക്കും. അല്ല അച്ഛാ, അങ്ങനെയൊന്നുമല്ല. വിക്രം ഇന്റർവ്യൂവിനായിട്ട് തന്നെയാ പോയിരിക്കുന്നത്. എന്തായാലും ആ ജോലി കിട്ടും അച്ഛാ എന്നൊക്കെ വേദ പറയുന്നുണ്ട്. പിന്നീടായിട്ട് വേദ വിക്രമിനെ കാത്തിരിക്കുമായിരിക്കും. അങ്ങനെ വിക്രം വരുന്നുണ്ട്. വേഗം തന്നെ വേദ ചെന്ന് ചോദിക്കുന്നുണ്ട്, വിക്രം എന്തായി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ, നിനക്ക് ജോലി കിട്ടിയോ എന്നൊക്കെ വേദ സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്. വിക്രമിന്റെ മുഖത്ത് ആദ്യം തീരെ സന്തോഷം ഉണ്ടായിരിക്കില്ല. പിന്നീട് വേദയോട് ചിരിക്കുന്നുണ്ട്. ജോലി എനിക്ക് കിട്ടി, ഹൗ ഇപ്പോഴെനിക്ക് സമാധാനമായത്. ഞാൻ എത്ര ദൈവത്തിനോട് പ്രാർത്ഥിച്ചെന്നറിയോ. എനിക്കറിയായിരുന്നു നിനക്ക് ഈ ജോലി കിട്ടുമെന്ന്. ഇനി എൻ്റെ വീട്ടുകാരെന്തായാലും നീ ഗുണ്ടയാണ്, നിനക്ക് ജോലിയൊന്നും ഇല്ലാന്ന് പറയില്ലല്ലോ. ജോലി കിട്ടിയ കാര്യം വേഗം തന്നെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി പറയുന്നുണ്ട് വേദ. അമ്മേ, വിക്രമിന് ജോലി കിട്ടി. ആണോ മോളെ? വിക്രം എന്തായാലും നിനക്ക് ജോലി കിട്ടിയല്ലോ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായടാ. എന്തായാലും നിന്റെ ആ ഗുണ്ടാ ജോലിയൊക്കെ നീ വിട്ടല്ലോ. ഇനി എന്തായാലും നീ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം. ഈ സമയത്ത് മാഷിന് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇനിയെങ്കിലും ഇവൻ നന്നാവട്ടെ എന്നായിരിക്കും മാഷിന്റെ മനസ്സിൽ. പിന്നീടായിട്ട് ഇതറിഞ്ഞ സന്തോഷത്തില് വേഗം പോയിട്ട് വിക്രമിന് പായസം ഉണ്ടാക്കുന്നുണ്ട്. വേഗം പായസം റെഡിയാക്കിയിട്ട് വിക്രമിന് കൊണ്ടു കൊടുക്കുകയാണ്. വിക്രമാണെങ്കില് ചോദിക്കുന്നുണ്ട്, എന്താ വേദേ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, ഇന്ന് സന്തോഷിക്കാതെ പിന്നെ ഞാൻ എന്നാ സന്തോഷിക്കുക? ഇതേ ഞാന് നിനക്ക് ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലുണ്ടാക്കിയ പായസ, നീ കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറ എന്നും പറഞ്ഞ് വിക്രമിന് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ശ്രീജയും കമലയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മേ കണ്ടോ, വിക്രമിന്റെ മാറ്റം കണ്ടോ, എല്ലാം വേദ വന്ന കാരണ, വേദയുടെ ഐശ്വര്യ ഇതിനൊക്കെ. അതെ, വേദ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അങ്ങനെ പായസം കുടിച്ച് വിക്രം പറയുന്നുണ്ട്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇന്നിത്തിരി കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടോ എന്നൊരു സംശയം. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കാം, അത്രയും സന്തോഷമല്ലേ. ഇനിയെങ്കിലും നീ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണം. അച്ഛനും അമ്മയ്ക്കും നിന്നോർത്ത് ഒരുപാട് അഭിമാനം തോന്നുന്ന രീതിയിൽ വേണം ഇനി നീ ജീവിക്കാൻ. വേദേ, എനിക്ക് പഴയതൊക്കെ മനസ്സിലായി. ഞാൻ നടന്നിരുന്നത് നല്ല വഴിയിലൂടെ അല്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി ഒരിക്കലും ഞാൻ ആ വഴിയിൽ ചിന്തിക്കില്ല. ഇനി ഈ ജോലിയുമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ എനിക്ക് നല്ല നിലയിലെത്തണം. വീണ്ടും എനിക്ക് കുറച്ച് പഠിക്കണം എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്.